പാവം ഡാൻസേഴ്സിനെ വഴിമുട്ടിക്കാനായിട്ട് കണ്ടില്ല കിടിലങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കിനി കണ്ടു തന്നെ അറിയാം ഇവരുടെ എന്താണ് ആ സർപ്രൈസ് എന്നുള്ളത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിറ്റ്സ് ഓൺലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് ബിസി ആയിപ്പോയി. നിങ്ങൾക്കറിയാലോ എനിക്കൊരു ഡാൻസ് ടീമുണ്ട്, GDC. ഇതായിപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. ഷാനുണ്ട്, KK ഉണ്ട്, അഭിജിത്തുണ്ട്, നമ്മുടെ അശ്വനുണ്ട്, പിന്നെ ഒരുത്തരും കൂടെ ഉണ്ടല്ലോ എൻ്റെ ഇടയിൽ. ഓക്കെ, പിന്നെ രണ്ടുപേര് ബൈക്കിൽ വരുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട്. നമ്മൾ ഒരു ഡാൻസ് വർക്കിൻ്റെ പ്രാക്ടീസിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തിരക്കായിപ്പോയി. നമ്മുടെ പുതിയ വർക്ക് ദിയാകൃഷ്ണയുമായിട്ട് ഒരു ഡാൻസ് വീഡിയോ. ഇത്തവണ ദിയാകൃഷ്ണ മാത്രമല്ല, ദിയാകൃഷ്ണയുടെ ഫ്രണ്ട്സും നമ്മളോടൊപ്പം ഡാൻസ് കളിക്കുന്നുണ്ട്. വീഡിയോ ഇന്നലെ റിലീസായിരുന്നു. വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു ദിവസം പോലും ആയില്ല, ഇപ്പോൾ തന്നെ 9 ലക്ഷം വ്യൂസാണ് യൂട്യൂബിൽ ഈ വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് മുന്നേ ഈ വീഡിയോയുടെ പ്രോമോയും വളരെ ട്രെൻഡിങ് ആയിരുന്നു. പ്രൊമോ മാത്രമല്ല, ഇതിൻ്റെ പ്രാക്ടീസ് വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ഗാന്ധക്കണ്ണഴകി ഇറങ്ങിയതിന് ശേഷമുള്ള ദിയാകൃഷ്ണയുടെ ഫ്രണ്ട്സിൻ്റെയും റിയാക്ഷനാണ്. റിയാക്ഷൻ മാത്രമല്ല, അവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും, എന്നാലും നല്ല ഫണ്ണായിരിക്കും. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഷെയർ ചെയ്യാം. നമ്മുടെ ഈ പ്രാക്ടീസ് തുടങ്ങിയത് നവംബർ 2nd വീക്കാണ്. ഫസ്റ്റ് ഡേ എനിക്ക് പ്രാക്ടീസിന് പോകാനായിട്ട് പറ്റിയില്ല, ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രൂവിൽ അതർ മെമ്പേഴ്സാണ് പോയി അവരെ പഠിപ്പിച്ചത്. KKയുടെ വീട്ടിൽ വെച്ച്, KK നമ്മുടെ GDC ക്രൂവിൻ്റെ മാനേജറാണ്. KKയുടെ വീട്ടിൽ വെച്ചായിരുന്നു പ്രാക്ടീസ്. രണ്ടാമത്തെ ദിവസമാണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവരെ പഠിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ദിയാകൃഷ്ണയുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കിയിട്ട് ദിയാകൃഷ്ണയെ പറ്റിയിട്ട് ഒരു പിക്ചർ എൻ്റെ മനസ്സിലുണ്ടാക്കി വെച്ചു. അപ്പോൾ ഞാൻ കരുതിയത് ഒരു ടിപ്പിക്കൽ മല്ലു സെലിബ്രിറ്റിയുടെ പൊങ്ങച്ചവും ജാടയും എല്ലാം ഉള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഞാൻ കരുതിയത്. എന്നിട്ട് രണ്ടാമത്തെ ദിവസം ഞാൻ പഠിപ്പിക്കാനായിട്ട് പോയി. ഞാനും ടീമിലെ ആൾക്കാരുമാണ് ആദ്യം എത്തിയത്. ദിയ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ പഠിപ്പിക്കാനായിട്ട് കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിൽക്കുകയായിരുന്നു. ദിയ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വന്നു. നമ്മളെപ്പോലും മൈൻഡ് ചെയ്യാതെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ക്രൂവിൻ്റെ മെമ്പേഴ്സിൻ്റെ അടുത്ത് ഹായ് സൂര്യ, ഹായ് അഭിജിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പരിചയമുള്ളവരെ പോലെ പെരുമാറിയിട്ട് അവരുടെ അടുത്ത് നിന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്തു എന്നൊക്കെ വളരെ കാഷ്വലായിട്ട്. ഒരു സെലിബ്രിറ്റി ആണെന്ന് പോലും എനിക്ക് തോന്നിയില്ല. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ബിൽഡപ്പ് എല്ലാം താന്നുപോയി. അപ്പോൾ ഞാനും വളരെ കൂളായി. അപ്പോൾ എനിക്ക് തോന്നി നമ്മളുമായിട്ട് ഒത്തുപോകുന്ന ഒരാളാണ്, ഒരേ വൈബുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി. പിന്നെ അങ്ങനെ ഒരു ജാട, ഒരു സംസാരമോ അങ്ങനെ ഒരാളായിട്ടേ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മളിലെ ഒരാളെ പോലെയാണ് നമുക്ക് തോന്നിയത്. ക്രൂവിൻ്റെ ഒരു മെമ്പർ. രണ്ടാമത്തെ ദിവസം തന്നെ എനിക്കത് ഫീൽ ചെയ്തു. രണ്ടാമത്തെ ദിവസമല്ല, എൻ്റെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഫീൽ ചെയ്തു ക്രൂവിൻ്റെ ഒരു മെമ്പറായിട്ട്. നമ്മൾ വന്ന് നിൽക്കാൻ പറയുന്നു, നമ്മൾ പറയുന്ന സ്റ്റെപ്സ് അതുപോലെ പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് എനിക്ക് പറ്റൂല, ഇത് ഭയങ്കര പാട്, അങ്ങനെയൊന്നും പറയാതെ പഠിച്ചെടുക്കുന്നു. ഒപ്പമുള്ള ഫ്രണ്ട്സിനെയും പഠിപ്പിക്കുന്നു. അപ്പോൾ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഈ സോങ് 6 ദിവസം കൊണ്ടാണ് എല്ലാവരും പഠിച്ചെടുത്തത്. ദിയയുടെ ഫ്രണ്ട്സിൻ്റെയും ആ ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് പോസിബിൾ ആകുമായിരുന്നില്ല. കാരണം ഞാൻ ഇതിനു മുന്നേ സെലിബ്രിറ്റീസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചില സെലിബ്രിറ്റീസൊക്കെ ഉണ്ട്, ഇപ്പോൾ സിമ്പിൾ സ്റ്റെപ്സൊക്കെ ആണെങ്കിൽ അവർ പറയും ഇത് പ്രാക്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ടേക്കിൽ ശരിയാക്കിക്കോളാം എന്ന് പറയും. അല്ലെങ്കിൽ കുറച്ച് പാടുള്ള സ്റ്റെപ്സ് ആണെങ്കിൽ അവർ പറയും ഇത് കുറച്ച് പാടാണ്, എനിക്ക് കിട്ടുന്നില്ല, ഇതൊന്ന് മാറ്റാമോ എന്നൊക്കെ പറയുന്നവരുണ്ട്. ബട്ട് ദിയയുടെ ഫ്രണ്ട്സും ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് പറയാത്തൊരു കാര്യമാണ് സ്റ്റെപ്പ് ചേഞ്ചിനെ പറ്റിയിട്ട്. ചേട്ടാ എനിക്കിത് പറ്റുന്നില്ല, സ്റ്റെപ്പ് ഒന്ന് മാറ്റാമോ എന്ന് അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർക്കിപ്പോൾ പറ്റാത്ത സ്റ്റെപ്സ് ആണെങ്കിൽ അവർ ഒരുപാട് നേരം നിന്ന് അതിനെ കൗണ്ട് ചെയ്ത് നമ്മളെ ഇപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്രൂവിൻ്റെ ആൾക്കാരെ വിളിക്കുന്നു, അവർ വീണ്ടും കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുന്നു. അതിൽ ഇന്നേ വരെ അതിന് ഒരാൾ പോലും മടിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പ്രാക്ടീസ് സെക്ഷൻസ് മെയിൻലി 2 സ്ഥലങ്ങളിൽ വെച്ചായിരുന്നു. ഒന്ന് KKയുടെ വീട്ടിലും, ഒന്ന് വാസുവിൻ്റെ വീട്ടിലും. വാസുവിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ചെല്ലമ്മ ഷൂട്ട് ചെയ്തതും ഗാന്ധക്കണ്ണഴകി ഷൂട്ട് ചെയ്തതും. നമുക്ക് ഇവരെ ഡാൻസ് ക്ലാസ്സിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല, കാരണം നെട്ടയം അപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയിരുന്നു. ബട്ട് ഏറ്റവും ലാസ്റ്റ് ദിവസത്തെ പ്രാക്ടീസ് ഡാൻസ് ക്ലാസ്സിൽ വെച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ഫണ്ണായിട്ട് നമ്മളെല്ലാവരും അടിച്ച് പൊളിച്ച് പ്രാക്ടീസ് ചെയ്തത് ഏറ്റവും അവസാന ദിവസം ഡാൻസ് ക്ലാസ്സിൽ വെച്ചാണ്. ആ പ്രാക്ടീസ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടീസിനിടയിലുള്ള രസകരമായൊരു കാര്യം ദിയയും കിച്ചും തമ്മിലുള്ള അടിയാണ്. 1 മണിക്കൂർ അവർ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ അരമണിക്കൂർ നല്ല പൊരിഞ്ഞ അടിയായിരിക്കും. പൊരിഞ്ഞ അടി എന്ന് പറയുമ്പോൾ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബട്ട് അവർ തമ്മിലുള്ള കെമിസ്ട്രി വാസ് ടു ഗുഡ്. ദിയയും കിച്ചുമായിട്ടുള്ള പ്രാക്ടീസ് സെക്ഷൻ ഈ ടോം ആൻഡ് ജെറി ഷോ കാണുന്ന പോലെയാണ്.
അത്രയ്ക്ക് ഫണ്ണാണ്. അത് മാത്രമല്ല ഇവർ തമ്മിൽ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഇപ്പോൾ കിച്ചുവിനൊരു സ്റ്റെപ്പ് കയറ്റിയാൽ ദിയ ഓടി വന്നിട്ട് ഇങ്ങനെയല്ല ഇങ്ങനെ കളിക്കുക, ഇങ്ങനെ എക്സ്പ്രഷൻസ് ഇടുക എന്നൊക്കെ പറയും. അവർ തമ്മിൽ മാത്രമല്ല ആ ഫുൾ ഫ്രണ്ട് സർക്കിൾ വളരെ പരസ്പരം വളരെ സപ്പോർട്ടിങ് ആണ്. അവർ 6 പേര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡ് പോരെന്ന് വരും. അത് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്ന്. ആ ഫ്രണ്ട് സർക്കിളിനോടൊപ്പം വർക്ക് ചെയ്യാനും ആ ഫ്രണ്ട്സിൽ ഇപ്പോൾ ഒരാളാകാനും സാധിച്ചതിൽ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി അവർക്ക് ഈ വീഡിയോ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ വാസുവിൻ്റെ ആണ് ഈ വീടും പരിസരവും ഒക്കെ. നമുക്ക് വാസുവിൻ്റെ അടുത്ത് തന്നെ ഒപ്പീനിയൻ ചോദിക്കാം. വാസു, എങ്ങനെയുണ്ട് നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ? ഇതുവരെ നോക്കി വെച്ചിട്ടുള്ളത് ഞാൻ നേരത്തെയൊക്കെ ഡാൻസ് ഓരോരുത്തരായിട്ടൊക്കെ ചെയ്തിട്ടൊന്നും എനിക്ക് അവരുടെ കൂടെ ഒരു കോർഡിനേഷൻ എനിക്ക് അവരോട് പിടിച്ച്, ഞാൻ ഡാൻസർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അവരോട് പിടിച്ചേക്കാരുത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാം പഠിപ്പിച്ച് ഓരോ സ്റ്റെപ്പിന് അത് പിന്നെയും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് ക്ലിയർ ആക്കുന്നവരെ നമ്മുടെ കൂടെ തന്നെ നിന്ന് നിങ്ങൾ എല്ലാം. ഇതിനു മുന്നേ കളിച്ചിട്ടുണ്ടോ? ഞാൻ കോളേജിലൊക്കെ ഒരു വേണ്ടി കൊറിയോഗ്രാഫേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരും. അപ്പൊ അവരുടെ കൂടെ ഒക്കെ ചെയ്തതിനേക്കാളും എനിക്ക് ബെറ്റർ ആയിട്ട് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ വീഡിയോ ഇറങ്ങി ട്രെൻഡിങ്ങിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്ത് തോന്നുന്നു? എല്ലാരും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എന്ത് തോന്നുന്നു? അല്ല, എടുത്ത് എന്തായാലും സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളുടെ ക്രൂവിന്റെ കൂടെ ആയതുകൊണ്ട് അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയാ ലൊക്കേഷനും പല സ്ഥലങ്ങളുമായിട്ട് അവിടെയൊക്കെ ചെയ്തതിന്റെ ഇതും കൂടെ ആണെന്ന് തോന്നുന്നു. പിന്നെ പറയണ്ടല്ലോ, ദിയ ഉണ്ട്, വൈഷ്ണവ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളൊക്കെ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ നമ്മളും ഫ്രണ്ട്സ് ആണ് എല്ലാവരും. എങ്ങനെയുണ്ട് ദിയയും വൈഷ്ണവിന്റെ ഒരു കോംബോ വരുമ്പോ തന്നെ എല്ലാരും വളരെ എക്സൈറ്റഡ് ആണ്. വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോ വരും. ഒരുപാട് റീച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വാസു നമ്മൾ വിചാരിക്കും പോലെ അല്ല, ഒരു ഓൾറൗണ്ടർ ആണ്, ഫോട്ടോഗ്രാഫർ ആണ്, പിന്നെ പാട്ട് പാടും, ഡാൻസ് കളിക്കും, കയ്യിലില്ലാത്ത ഒരു പരിപാടിയില്ല. പിന്നെ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യും അല്ലേ? ചെറുതായിട്ട് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യും. അപ്പോ ഈ വീഡിയോയിൽ നമുക്ക് അവസരം ഉണ്ടെങ്കിൽ ഒരു പാട്ടും കൂടി വാസു നമുക്ക് പാടി തരുന്നതായിരിക്കും. ഇല്ലേ വാസു? പാടൂല്ലേ? നമ്മളപ്പോ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോ വാസു നമുക്ക് പാട്ടൊക്കെ പാടി തരുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ അവസരം ഞാൻ ഒരു ക്ലിപ്പും കൂടി ഇടാം. ഇതാണ് നമ്മുടെ അടുത്ത താരം അക്ഷയ്. അക്ഷയ്, ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പോ വലിയ ഡാൻസറൊക്കെ ആയി, വീഡിയോ ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പ്രാക്ടീസിന്റെ ഒരു എക്സ്പീരിയൻസ് നോക്കി എങ്ങനെയാണ്? പ്രാക്ടീസ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ ഡാൻസ് മുമ്പ് കളിച്ചിട്ടില്ല. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ ഫസ്റ്റ് ടൈം ഡാൻസ് കളിക്കുന്നത്. ഞാൻ ഇതുവരെ സ്റ്റേജ് പോലും കളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പെട്ടെന്ന് എനിക്ക് സ്റ്റെപ്പൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റി. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ എന്താ പറയുക, ട്രെൻഡിങ് ഇത്രയും കയറും ഞാനും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ മെസ്സേജും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു? പ്രത്യേകിച്ച് വൈഷ്ണവ് ദിയ കോംബോ എന്ന് പറയുമ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. എങ്ങനെയുണ്ടായിരുന്നു അവരോടൊപ്പം ഡാൻസ് ചെയ്തപ്പോൾ? അവരോടൊപ്പം ഞാൻ അറിയാലോ, ഞാൻ പണ്ടോട്ടേ അവരോട് തന്നെ ആണ്. പക്ഷേ ഈ ഡാൻസ് എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ടൈം ആണ്. പക്ഷെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രണ്ട്സുമായിട്ട് കളിക്കുമ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. എന്തായാലും നിങ്ങളൊക്കെ ഭയങ്കര ജോളിയായിരുന്നു. നിങ്ങളുടെ ടീം ക്രൂ എല്ലാം ഭയങ്കര ജോളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കൊള്ളാം, നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും ഇതുപോലെയുള്ള ഡാൻസ് ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എന്തായാലും ഇനി അടുത്ത ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ കോൾസ് വന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ഭയങ്കര ബിസിയാണ്. വന്നോ പുള്ളിക്കാരൻ കോളിലാണ്. ബിസിയാണ്, കണ്ടില്ല? ഭയങ്കര ബിസിയാണ് പുള്ളിക്കാരൻ. ബിസിയൊന്നും അല്ല, വീട്ടിൽ വിളിച്ചതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത താരം അഖില്. നമ്മുടെ വീഡിയോ ഇപ്പൊ ഇറങ്ങി ട്രെൻഡിങ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ വീഡിയോ നമ്മളിപ്പോ ചെയ്യുന്നത് നമ്മളോടൊത്തുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മളോടൊപ്പം ഉള്ള പ്രാക്ടീസ് സെക്ഷനും എല്ലാം? എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും? നല്ല പ്രാക്ടീസ് സെക്ഷൻ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ ഡാൻസ് കളിച്ചിട്ടില്ല. പക്ഷെ കണ്ടാൽ തോന്നൂലല്ലോ. ഫസ്റ്റ് ടൈമാണ്. 10ാം ക്ലാസ്സിൽ കളിച്ചിട്ടുണ്ട്, അതോടെ നിർത്തിയതാണ് ഡാൻസ്. ഇപ്പൊ എങ്ങനെയുണ്ട് ആൾക്കാരെ എന്നുള്ള റെസ്പോൺസ് ഒക്കെ? ഫ്രണ്ട്സും എല്ലാവരും നല്ല കമന്റ്സ് ആണ് പറയുന്നത്. അറിയാത്തവര് പോലും നല്ല രീതിക്ക് പറയാം. നല്ല ഇനി ഇങ്ങനെ ഒരു എടുത്തിയാട്ടല്ല, ഇങ്ങനെ ഒരു ട്രൈ ചെയ്യോ ഇനി അടുത്ത ഡാൻസ് വീഡിയോ? ഉറപ്പായും ചെയ്യും. ഉറപ്പായും ആ ഒരു കോൺഫിഡൻസ് തോന്നല്ലേ? കൊള്ളാം, നല്ലൊരു പരിപാടിയാണ് കേട്ടോ. നല്ലതാണ്. പിന്നെ ശരി ഗൈസ്, അപ്പോൾ അഖില് നിൽക്കുകയാണ്. നമുക്ക് വേറെ കുറച്ച് അതിഥികൾ താഴെ വന്നിട്ടുണ്ട്. ക്യാമറ അങ്ങോട്ട് പോട്ടെ. നമ്മുടെ താരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ദിയ വന്നു, ഹൻസു അല്ലേ താഴെ? ഹൻസു ഉണ്ട്.
നമുക്ക് ഒരാളെ മാത്രം നേരി കാണാനായിട്ട് പറ്റിയില്ല. ഡിഡു കോട്ടയത്താണ് താമസിക്കുന്നത്, ബട്ട് വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. അതുകൊണ്ട് തന്നെ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. നമുക്കതുകൊണ്ട് ഡിഡുവിനെ ഒന്ന് വീഡിയോ കോൾ ചെയ്യാം. ഹായ് ഡിഡു. ഹായ്. ഇപ്പൊ എവിടെയാണ്? ഞാൻ വീട്ടിലാ. ഞാന് അവധിയായോണ്ട് 2 ദിവസം അവധിയായോണ്ട് നാട്ടിൽ വന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നലെ ഇറങ്ങി, ഇപ്പൊ ട്രെൻഡിങ്ങിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ആൾക്കാരൊക്കെ വിളിച്ചോ? എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ? പിന്നെ അടിപൊളി. ഫ്രണ്ട്സ് എല്ലാരും വിളിച്ച് നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാരും സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെന്താ പറയാ, ആരും അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല കളിക്കുന്നൊക്കെ. നമ്മളെ അങ്ങനെ ആക്കിയെടുത്തത് നിങ്ങളൊക്കെ അല്ലേ. വീട്ടിലെല്ലാരും എന്ത് പറഞ്ഞു? വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവര് ഞെട്ടിക്കാണുമല്ലോ, മോൻ ആദ്യമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചെന്ന് പറയുമ്പോ. ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ പണ്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു രീതിയിൽ പിന്നെ ഈ ഒരു ഏജിലൊക്കെ ഇപ്പൊ കളിക്കുക എന്ന് പറയുമ്പോ പണ്ട് കൊച്ചിലെ കളിച്ചിട്ടുള്ളതെന്നുള്ള അത് ക്ലാസിക്കലായിരുന്നു, ഭരതനാട്യം ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അതങ്ങ് നിർത്തി. പിന്നെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ പ്രാക്ടീസ് സെക്ഷനും അപ്പൊ ഉണ്ടായ രസകരമായ കാര്യങ്ങളും അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ ഡിഡുവിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രാക്ടീസ് സെക്ഷനും എല്ലാം? അത് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. എന്താ പറയാ, GDC ഫുൾ ക്രൂ ഫുൾ സപ്പോർട്ടായിരുന്നു. നിങ്ങളാണ് നമ്മളെ എന്താ പറയാ, നിങ്ങൾ തന്ന ആ സപ്പോർട്ടാണ് നമുക്ക് കളിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം, ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത്. എന്താ പറയാ, ഇനി അപ്പൊ നമ്മളോട് ഡാൻസ് ഒക്കെ കളിക്കാൻ വരുമോ? പിന്നെ ഉറപ്പായിട്ടും. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരിക്കായിരുന്നു. ശരി, അപ്പൊ ഒരു വലിയ സെലിബ്രിറ്റി ആയി കഴിഞ്ഞു ഇപ്പോഴേ അല്ലെ? നേരത്തെ സെലിബ്രിറ്റി ആണ്. അല്ല, സെലിബ്രിറ്റി ഒന്നും അല്ല, നമ്മള് സൈഡിൽ നിന്ന് ഡാൻസ് കളിച്ചു മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ ഞാൻ ഡാൻസ് ക്ലാസ്സിലാണ്. നമ്മുടെ സൂര്യയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സൂര്യ, അശ്വിന്, അഭിജിത്തൊക്കെ കട്ട സപ്പോർട്ടായിരുന്നു. സൂര്യ, അഖിൽ എന്നാണ്ട് ഇവരൊക്കെയാണ്. പുതിയൊരു ഡാൻസിന്റെ പുറകിലായിരുന്നു, കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. സൂര്യയും അഖിലും ഒക്കെയാണ് നമ്മളെ ആ ഒരു രീതിയിലാക്കിയത്. അഭിജിത്താണ് മെയിൻ. ഞാൻ ആ 2 ദിവസമല്ലേ പ്രാക്ടീസ് മെയിൻ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അഭിജിത്ത് പക്ക സപ്പോർട്ടായിരുന്നു, കൂടെ നിന്ന് എല്ലാം പറഞ്ഞു തരികയും ചെയ്യുകയും ചെയ്തു. പിന്നെ നിവിൻചേട്ടന്റെയും ഷാൻചേട്ടന്റെ കാര്യം പറയണ്ടല്ലോ, നിങ്ങളല്ലേ മെയിൻ. ഓക്കെ. എന്തായാലും പൊളിച്ചറായിരുന്നു. എന്തായാലും നമ്മളെല്ലാവരുടെയും ടീം വർക്കാണ് ഇത്. നമ്മൾ ഒരാള് മാത്രം വിചാരിച്ച നടക്കൂലായിരുന്നു, എല്ലാരും കൂടി ഒരുമിച്ച് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും ട്രെൻഡിങ്ങിൽ സാധനം പോയത്. അതെ. അത്രേ ഉള്ളടാ. അപ്പൊ ടേക്ക് കെയർ, എൻജോയ് കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന 2 പേര് എൻ്റെ കൂടെ ഉണ്ട്, നമ്മുടെ ദിയയും കിച്ചുവും. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ ആദ്യം എങ്ങനെയുണ്ടായിരുന്നു നമ്മളോടൊപ്പം ഉള്ള എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ഭയങ്കര സമയം എടുത്താണ് നമ്മളിത് പഠിപ്പിച്ചത്. സ്റ്റോറിയിലിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഡാൻസ് ഒരു പ്രൊഫഷണൽസ് ഒന്നും അല്ല വരുന്നില്ല, എല്ലാവർക്കും ഉള്ളിൽ ഡാൻസ് ഉണ്ട്, അപ്പൊ നിങ്ങളൊന്ന് പഠിപ്പിച്ചെടുക്കും. അപ്പൊ ഞാൻ വെച്ചു എല്ലാ ഡാൻസിനെ പോലെ വന്ന് നിങ്ങൾ സ്റ്റെപ്പ് ഇടുക, കളി നിങ്ങൾ നിന്ന് ഓരോരുത്തരെയും അഖിലിനെയും വാസുവിനെ എല്ലാരും നിങ്ങൾ പതുക്കെ ഓരോ സ്റ്റെപ്പ് പേഷ്യൻസ്, നിങ്ങൾ ഭയങ്കര ക്ഷമമുള്ള ആൾക്കാരാണ്. ഡാൻസർ ഉണ്ടെന്ന് അറിഞ്ഞതേ നിങ്ങൾ വന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മളിത് പറയിപ്പിക്കുന്നില്ല, കാരണം വെച്ചാൽ ഇതിന് മുന്നേ എടുത്ത എല്ലാ വീഡിയോയിലും അവര് പറഞ്ഞത് ഇതേ സെയിം തന്നെയാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ക്രൂ മൊത്തം ഫ്രണ്ട്ലിയാണ്, ഒരേ വൈബ്. നമ്മള് ഒരു സാറ് വന്ന് പഠിപ്പിക്കുന്നുണ്ടാ അത് കളിക്ക് ഔട്ട് അങ്ങനെയൊന്നുമില്ല. അവര് പറഞ്ഞ് സമാധാനത്തെ കളിച്ച് കിട്ടും എന്ന് പതുക്കെ പറഞ്ഞ് നമ്മൾ ഓരോ സമയം എടുത്താണ് സ്റ്റെപ്പ് പഠിപ്പിച്ചത്. ഓക്കെ, ഈ ചെല്ലമ്മയും ഗുങ്കുരു നമ്മുടെ ഗാന്ധ അത് തമ്മിലുള്ള വ്യത്യാസം എന്താ തോന്നി? ചെല്ലുമ്പോ തീരാണ് കൊറേ ചെയ്ത്, ചെലവ് ഭയങ്കര സ്പീഡിന് ഇടിപിടിന്ന് എടുത്ത ഒരു സാധനമാണ്. ചെല്ലുമ്പോ ഒരിക്കലും നമ്മൾ ട്രെൻഡിങ് ആവുക അങ്ങനത്തെ ഒന്നും വിചാരിച്ചില്ല, വെറുതെ നമ്മൾ സമയം കളയാൻ വേണ്ടിട്ട്. ഇപ്പൊ ദിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ദിയെ ഒരുപാട് ഇങ്ങനത്തെ ഡാൻസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബട്ട് കിച്ചുവിനെ വെച്ച് നോക്കുമ്പോ കിച്ചുവിന്റെ രണ്ടാമത്തെ ഇപ്പൊ യൂട്യൂബില് എന്ത് തോന്നുന്നു കിച്ചു? എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കളിക്കുന്നത്. നമ്മളെക്കാട്ടി ഒത്തിരി നല്ല ഡാൻസേഴ്സാണ് ബാക്കി കളിക്കുന്നത്. നമ്മളിങ്ങനെ തട്ടി മുട്ടി അഡ്ജസ്റ്റ് കളിക്കുന്നതേ ഉള്ളൂ, പക്ഷെ ബാക്കി കളിക്കുന്ന ക്രൂ മൊത്തം അടിപൊളി കളിയാണ്. അതാണ് നല്ലതായിട്ട് തോന്നുന്നത്. എന്നിട്ടും നമ്മളതിന് ഹീറോയിൻസ് ആക്കി അതാണ്. ഓക്കെ, അപ്പൊ എന്ത് എല്ലാം ഇങ്ങനെ വേർത്ത് കുളിച്ചിരിക്കുന്നത്? ഇപ്പൊ പറയട്ടെ,
സസ്പെൻസ്. പുതിയൊരു പ്രാക്ടീസിന്റെ ഇടയിലാണ് നമ്മള്. ഓക്കെ, അപ്പൊ നമ്മള് ഇവര് തന്നെയാണ് അടുത്തേയും ക്രൂ അന്വേഷിക്കുന്നില്ല, സ്റ്റോറി ഇടുന്നില്ല ക്രൂവിന് വേണ്ടി. നമ്മളെ പോലെയുള്ള പാവം ഡാൻസേഴ്സിനെ വഴിമുട്ടിക്കാനായിട്ട് കണ്ടില്ല കിടിലങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കിനി കണ്ടു തന്നെ അറിയാം ഇവരുടെ എന്താണ് ആ സർപ്രൈസ് എന്നുള്ളത്. ഓക്കെ, വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. കാരണം നമ്മുടെ ഈ ചെറിയ ഒരു ഡാൻസ് വീഡിയോ ഇത്രയും വലിയ സക്സസ് ആക്കി മാറ്റിയതിന് ഇനിയും നമ്മളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഈ വീഡിയോൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ട്, നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളും ബ്ലൂപ്പേഴ്സും എല്ലാം കൂടി അടങ്ങിയിട്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. ഇനി നമുക്ക് വാസുവിൻ്റെ ഒരു പാട്ടും ഹൻസുവിൻ്റെ ഒരു ഡാൻസും കൂടി കണ്ടിട്ട് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. மறுவார்த்தை பேசாதே, மடி மீடு நீ தூங்கிடு, இமை போல நான் காக்க கனவாய் நீ மாறிடு, மயில் தோகை போலே விரலும் நீ வருடும், மனம் பாடமாய் உரையாடல் நிகழும், விழிநீரும் வீணாக இமை தாண்ட கூடாதென துளியாக நான் சேர்த்தேன், கடலாக கண்ணானதே, மறந்தாலும் நான் உன்னை நினைக்காத நான் இல்லையே, பிரிந்தாலும் என் அன்பு ஒரு போதும் பொய்யில்லையே. നീ വന്നോ?